നമസ്കാരം. വടകരയും സമീപ പ്രദേശങ്ങളെയും ഞെട്ടിച്ച MDMA പണമിടപാട് കേസിൽ ലഹരി ശൃംഖലയിലെ മുഴുവൻ കണ്ണികളെയും പൂട്ടാൻ റൂറൽ പോലീസ് വലമുറുക്കുന്നു. കേസിൽ നിലവിൽ റിമാൻഡിൽ കഴിയുന്ന പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങുന്നതിനായി പ്രത്യേക അന്വേഷണ സംഘം സമർപ്പിച്ച അപേക്ഷ ചൊവ്വാഴ്ച കോടതി പരിഗണിക്കും. ലഹരി മാഫിയയുടെ സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ചും വിതരണ ശൃംഖലയെക്കുറിച്ചും നിർണായക വിവരങ്ങൾ പുറത്തു കൊണ്ടുവരുന്നതിന്റെ ഭാഗമായാണ് അന്വേഷണ സംഘത്തിന്റെ നിർണായക നീക്കം. പേരാമ്പ്ര BRCയിലെ പ്രത്യേക അധ്യാപികമാരായ കീർത്തന, കാവ്യ, നീഷ്മ, ലഹരി കൈമാറ്റത്തിന് സഹായിച്ച വിതരണക്കാരനായ ജിജിൻ എന്നിവരെയാണ് കസ്റ്റഡിയിൽ വാങ്ങുന്നത്. കേസിൽ ഉൾപ്പെട്ട മുഴുവൻ പ്രതികളെയും ഒപ്പമിരുത്തി ചോദ്യം ചെയ്യുന്നതോടെ ലഹരിക്കടത്തിന്റെ യഥാർത്ഥ മാനങ്ങളും പണമിടപാടുകളും ആഴവും വ്യക്തമാകുമെന്നാണ് പോലീസിന്റെ കണക്കുകൂട്ടൽ. അന്വേഷണം പുരോഗമിക്കും തോറും കൂടുതൽ പ്രമുഖരിലേക്ക് കുരുക്കുമുറുകാനാണ് സാധ്യത. കേസിലെ പ്രധാന പ്രതികളായ കീർത്തന, കാവ്യ, നീഷ്മ എന്നിവരുടെ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങളും സമാന്തര സാമ്പത്തിക ഇടപാടുകളും പോലീസിന്റെ സൂക്ഷ്മ നിരീക്ഷണത്തിലാണ്. കേസിന്റെ ഗൗരവം കണക്കിലെടുത്ത് വിപുലമായ ശാസ്ത്രീയ തെളിവ് ശേഖരണവും പോലീസ് ഇതിനോടകം ആരംഭിച്ചിട്ടുണ്ട്. അക്കൗണ്ടുകളിലൂടെ നടന്ന വൻ തുകയുടെ ക്രയവിക്രയങ്ങൾ കേന്ദ്രീകരിച്ചാണ് നിലവിൽ അന്വേഷണം പുരോഗമിക്കുന്നത്. ഇതിനു പുറമെ പ്രതികളുടെ ഫോൺ സന്ദേശങ്ങളും കോൾ വിവരങ്ങളും വിശകലനം ചെയ്തു വരികയാണ്. വിവരസാങ്കേതിക ശാഖയുടെ സഹായത്തോടെ ആയിരക്കണക്കിന് ഫോൺ കോളുകളാണ് അന്വേഷണ സംഘം അടിയന്തരമായി പരിശോധിക്കുന്നത്. ലഹരി സംഘങ്ങളുമായി നിരന്തരം ബന്ധപ്പെട്ടവരെയും ഇവരിൽ നിന്ന് ലഹരി വാങ്ങിയവരെയും കണ്ടെത്താൻ ഈ പരിശോധന സഹായിക്കും. ലഹരി ഇടപാടിൽ ലഭിച്ച പണം ATM വഴി വ്യാപകമായി പിൻവലിച്ചതായി അന്വേഷണ സംഘത്തിന് തെളിവ് ലഭിച്ചിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ വിവിധ ബാങ്കുകളുടെ പണമിടപാട് കേന്ദ്രങ്ങളിലെ നിരീക്ഷണ ക്യാമറ ദൃശ്യങ്ങൾ പരിശോധിക്കാനുള്ള അനുമതിക്കായി പോലീസ് ബാങ്ക് അധികൃതർക്ക് ഔദ്യോഗികമായി കത്ത് നൽകി. ബാങ്ക് അക്കൗണ്ടുകൾക്ക് ഉടമകൾക്ക് പുറമെ ഇവർക്ക് വേണ്ടി യന്ത്രങ്ങളിൽ നിന്നും പണം പിൻവലിച്ച ഇടനിലക്കാരെയും കണ്ടെത്തുകയാണ് ലക്ഷ്യം. ക്യാമറ ദൃശ്യങ്ങളിൽ നിന്നും പണം പിൻവലിച്ചവരുടെ വ്യക്തമായ ചിത്രം ലഭിച്ചാൽ അവരെയും കേസിൽ പ്രതി ചേർക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. ഇതോടെ കൂടുതൽ പേർ കുടുങ്ങുമെന്നുറപ്പായിട്ടുണ്ട്. അധ്യാപികമാരുടെ അക്കൗണ്ടുകളിൽ നിന്നും സമാഹരിച്ച തുക മുഴുവനും വയനാട് സ്വദേശിയായ ഒരാളുടെ ബാങ്ക് അക്കൗണ്ടിലേക്കാണ് പോയതെന്ന് അന്വേഷണ സംഘം തരംതിരിച്ച പരിശോധനയിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഈ കേസിന്റെയും ലഹരി വിതരണത്തിന്റെയും പ്രധാന മൊത്ത വിതരണക്കാരൻ ഇയാളാണെന്നാണ് കരുതുന്നത്. ഇയാളെക്കുറിച്ചുള്ള വ്യക്തമായ സൂചനകൾ പോലീസിന് ലഭിച്ചു കഴിഞ്ഞു. സാങ്കേതിക സഹായത്തോടെ ഇയാളെ വലയിലാക്കാനുള്ള ഊർജിത ശ്രമങ്ങളിലാണ് പോലീസ്. ഇയാൾ സംസ്ഥാനം വിടാൻ സാധ്യതയുള്ളതിനാൽ ആവശ്യമെങ്കിൽ വൈകാതെ തന്നെ ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിക്കാനും അന്വേഷണ സംഘം തയ്യാറെടുക്കുന്നുണ്ട്. അതേസമയം കേസിൽ റിമാൻഡിൽ കഴിയുന്ന പ്രതികൾ ജാമ്യത്തിനായി കോടതിയെ സമീപിച്ചിട്ടുണ്ട്. ഒന്നാം പ്രതി കീർത്തന വടകര ലഹരി വിരുദ്ധ പ്രത്യേക കോടതിയിൽ നൽകിയ ജാമ്യാപേക്ഷയിൽ കോടതിയിൽ വാദം പൂർത്തിയായി. മറ്റു പ്രതികളായ കാവ്യ, നീഷ്മ, ജിജിൻ എന്നിവരും ജാമ്യാപേക്ഷ സമർപ്പിച്ചു. എന്നാൽ പ്രതികൾക്ക് യാതൊരു കാരണവശാലും ജാമ്യം അനുവദിക്കരുതെന്ന് അപേക്ഷിച്ച് പ്രത്യേക അന്വേഷണ സംഘം കോടതിയിൽ ശക്തമായ എതിർ സത്യവാങ്മൂലം നൽകി. പ്രതികൾക്ക് ജാമ്യം ലഭിച്ചാൽ തെളിവുകൾ നശിപ്പിക്കാനും സാക്ഷികളെ സ്വാധീനിക്കാനും സാധ്യതയുണ്ടെന്നും പോലീസ് കോടതിയെ അറിയിച്ചിട്ടുണ്ട്. ലഹരി മാഫിയയുടെ വേരുകൾ അറുക്കാൻ പ്രതികളെ കസ്റ്റഡിയിൽ കിട്ടേണ്ടത് അത്യാവശ്യമാണെന്നും പോലീസ് വ്യക്തമാക്കുന്നു.